ഇനി മിഥുൻ കെട്ടിയ താലി മേഘനയുടെ കഴുത്തി കിടക്കേണ്ട കാര്യം എന്താ? ഇനി നീ ആ താലിയും ചുമന്നുകൊണ്ട് നടക്കുന്നതില് യാതൊരു അർത്ഥമില്ല. ദയവ് ചെയ്ത് നീ തന്നെ അത് അഴിച്ചു മാറ്റുന്നതാ നല്ലത്. എന്റെ ചേച്ചിക്ക് വിവാഹമോചനം കൊടുക്കുന്നവരെ നിന്റെ വീട്ടിൽ ആർക്കും ഉറക്കം വന്നിരുന്നില്ല. ഇപ്പോ വിവാഹമോചനം കഴിഞ്ഞിട്ടും ചേച്ചി അവരെ വെറുതെ വിടുന്നില്ല. എല്ലാരും കൂടെ ചേർന്ന് കച്ച കെട്ടി ഇറങ്ങിക്കൊണ്ട് എന്റെ ചേച്ചി എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം? നീ വിഷമിക്കാതിരിക്കേ. മഞ്ജരിയുടെ കാര്യം നിനക്കറിയാവുന്നതല്ലേ? നീ തന്നെ പറ വിവേക്. മിഥുനേട്ടൻ കെട്ടിക്കൊടുത്ത താലി ചേച്ചിയുടെ കഴുത്തി കിടന്ന അതുകൊണ്ട് അവർക്ക് എന്താ പ്രശ്നം? എല്ലാവരും കൂടി ചേച്ചിയും മിഥുനേട്ടനെയും തമ്മിൽ അകറ്റി. അത് കഴിഞ്ഞപ്പോ പിന്നെ ആ താലിയുടെ പേരിലായി ഇവിടെയുള്ള എല്ലാവരുടെയും കൊടി പിടിക്കൽ. എന്തിനാ ഇത്രയ്ക്ക് വാശി? ചാരു, ഇത് വിട്ടുകളാ. ഏട്ടത്തിയമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴൊക്കെ എനിക്കും ഭയങ്കര വിഷമമുണ്ട്. നമ്മളെ കൊണ്ട് അതിനെന്താ ചെയ്യാൻ പറ്റിയ ചാരു? നോക്കി നിൽക്കാനല്ലേ പറ്റൂ. നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ. വിവേക്, നീയൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂളും ബാസുരി എന്നും നീയൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല. ചാരുമതി. പോട്ടെ പോട്ടെ എന്ന് ഞാൻ വിടുന്നത് കൊണ്ടാണോ എന്റെ മോന്റെ മെക്കിട്ട് കയറാനും തുടങ്ങിയത്? ചാരു, നിന്റെ ചേച്ചിയെ പോലും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആട്ടി പുറത്താക്കിയിരിക്കുക എന്നുള്ളത് ഓർക്കണം. അങ്ങനെയുള്ളപ്പോ എന്ത് ധൈര്യത്തിലാ നീ എന്റെ മോന്റെ മേത്തേക്ക് വീഴുന്നേ? ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ്
നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം നേടിയെടുക്കണമായിരിക്കും. എന്റെ മോനെ നിന്റെ ചുരിദാറിന്റെ അറ്റത്ത് കെട്ടിയിട്ടോണ്ട് നടക്കാന്ന് നീ കരുതിയോ? മതി, നിർത്തിക്കോ ആന്റി. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങൾ നിങ്ങളുടെ നാവടക്കില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. കിട്ടുന്ന ബഹുമാനവും നഷ്ടപ്പെടുത്തി എന്റെ വായിലിരിക്കുന്നത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എന്താണ് നിന്റെ ഒച്ച പൊങ്ങുന്നേ? ചാരു, നിനക്കെന്റെ മോനോട് വല്ല കൊതിയുണ്ടെങ്കിൽ അതിപ്പൊ തന്നെ അങ്ങ് ചുരുട്ടി മടക്കി വെച്ചേക്ക്. നന്ദൻ കുടുംബത്തിലെ അടുത്ത മരുമകളുടെ സ്ഥാനത്തേക്ക് കേറി വരാന്നുള്ള സ്വപ്നമൊന്നും വേണ്ട. മുട്ടി ഒരുമി എന്റെ മോനെ വശത്താക്കാൻ നോക്കിയ വായില് പല്ല് കാണില്ല. മിണ്ടി പോരുത് നിങ്ങള്. വേണ്ട ദിനവും പറഞ്ഞോണ്ട് വന്ന ചേച്ചിയെ പോലെ ഞാൻ കേട്ടു നിൽക്കില്ല. നിങ്ങളുടെ അതിര് മനസ്സിലാക്കി സംസാരിച്ചോളണം. അല്ലെങ്കിൽ എനിക്ക് എന്റെ പരിധി കടന്ന് സംസാരിക്കേണ്ടി വരും. നിങ്ങളുടെ അഭ്യാസമൊക്കെ എന്റെ ചേച്ചിയുടെ അടുത്ത്, എന്റെ അടുത്ത് വില പോവില്ല. അത് എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എന്താണ് നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അവള് പറഞ്ഞത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടോ? അവളുടെ കരടം പൊളിച്ച് നാവടക്കാനുള്ളതിന് വായിലോട്ട് നോക്കി നിൽക്കുന്നോ? എന്താ മോം ഇതൊക്കെ? നടന്നത് എന്താന്ന് പോലും മനസ്സിലാക്കാതെ എന്തിനാ മോം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നേ? ഇതിത്തിരി കൂടി പോകുന്നുണ്ട് കേട്ടോ മോം. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇപ്പൊ ഞാനെ തെറ്റിയതെന്നാണോ? ഇവിടെ ഇപ്പൊ നമ്മൾ തെറ്റും ശരിയും എന്താന്നല്ല സംസാരിക്കേണ്ടത് മോം. അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കും മോം. ഞാൻ വീഴാൻ പോയപ്പോ അവൾ എന്നെ വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചതാ. അപ്പൊ അവളുടെ ബാലൻസ് പോയപ്പോ ഞാൻ അവള് വീഴാതെ താങ്ങി. അപ്പോഴേക്കും മോം എന്തോ കണ്ടു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവും തുടങ്ങി. എന്തൊരു കഷ്ടായത്. ഒരു കാര്യം പറഞ്ഞേക്ക ആന്റി, എന്നോട് നല്ലോടാണെങ്കിൽ ഞാനും അങ്ങോട്ട് നല്ല രീതി തന്നെ ആയിരിക്കും. എന്നെ എന്റെ സഹനത്തെയും പരീക്ഷിക്കാൻ ശ്രമിച്ച എന്റെ പ്രതികരണവും മഹാമോശമായിരിക്കും. മേഘനെ ഒന്ന് ഒഴിപ്പിച്ചപ്പോഴേക്കും ഇവൾ എന്റെ മോനെ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണല്ലോ. നാളെ ആ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാലേ ഈ ദരിദ്രവാസികളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കാൻ പറ്റൂ. തിരുമേനി, ആതിരാമ, ചടങ്ങുകൾക്ക് ആവശ്യമുള്ളതൊക്കെ എത്തിയല്ലോ അല്ലേ? എല്ലാം എത്തിയത് തോന്നണം ആതിരമ്മേ. പക്ഷെ പശു നെയ് മാത്രം കാണില്ല. അതൊന്ന് കൊണ്ടു തരുവോ? ഇപ്പൊ കൊണ്ടുതരാം. 2 മിനിറ്റ് കേട്ടോ. ആയിക്കോട്ടെ. മരുമോളോട് അത്രയധികം സ്നേഹവും കരുതലും കാണിച്ചിരുന്ന ജയേട്ടൻ എന്തിനാ ഇപ്പോ അവളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കാൻ ഇത്ര ഉത്സാഹം കാണിക്കുന്നത്? എന്തായിരിക്കും ജയേട്ടന്റെ മനസ്സിൽ? ജയേട്ടൻ എത്ര സന്തോഷത്തോടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്? മിഥുനേട്ടൻ എന്റെ കാര്യത്തിൽ പൊസസീവ് ആവുന്നത് കണ്ട് സന്തോഷിക്കണമെന്നും അറിയില്ല. മറിച്ച് എന്നോടുള്ള ഏട്ടന്റെ അഭിപ്രായങ്ങൾ മാറിപ്പോവെന്ന് പേടിക്കണമെന്നും അറിയില്ല. മോള് മാത്രമല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ.
അവൻ ആലോചിക്കുന്നില്ലല്ലോ. വീണ്ടും നിന്നെ വേണമെന്നുള്ള തോന്നൽ അവന്റെ മനസ്സിലുണ്ടാകണം. അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. അച്ഛാ, നമ്മൾ ശരിയായ പാതയിൽ കൂടെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ അവസാനത്തെ പോരാട്ടം അപകടങ്ങൾക്കൊന്നും വഴിവെക്കാതെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. മോളെങ്ങനെയുണ്ട് ആതിര്? മണ്ണിലായാലും പൊന്നിലായാലും മാണിക്യത്തിന് തിളക്കം കുറയില്ലെന്ന പോലെ സ്വർണ്ണാഭരണങ്ങൾക്കിടയിൽ മഞ്ജരിയുടെ മുഖത്തിന്റെ പ്രകാശം നീ ശ്രദ്ധിച്ചായിരുന്നോ? പിന്നല്ലാണ്ട് ഇത് സന്തോഷത്തിന്റെ തിളക്ക. ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര കാലമായി ഞാൻ സ്വപ്നം കാണുന്നതാ. എന്റെ ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ എത്രയോ കാലം ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലം ഇത്. ഇന്നാണ് എനിക്ക് അതിനുള്ള ഫലം കിട്ടിയത്. അതുകൊണ്ട് ഇനി എന്റെ മുഖത്തെ തിളക്കമൊക്കെ ഇനി ഒത്തിരി കൂടും. എനിക്ക് സന്തോഷായി മോളെ. ഇപ്പോഴെങ്കിലും നിന്റെ സ്നേഹം എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഒടുവില് നിന്റെ കാത്തിരിപ്പിന് ഒരു നല്ല ഫലം തന്നെ ആ ദൈവം നിനക്ക് തന്നു. നിന്റെ ജീവിതം ഒരു വഴിക്കായി കഴിഞ്ഞാ എനിക്ക് സമാധാനായിട്ട് ഇരിക്കാലോ. ദൂരത്ത് കണ്ണീരിൽ മാഞ്ഞാലും ഉൾക്കണ്ണിൽ നീ അല്ലാതാരോ. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുകൊണ്ടല്ലേ വിവാഹമോചനം മുടങ്ങിയത്. അതിപ്പോ ഇല്ലാത്തതുകൊണ്ട് വിവാഹമോചനം അതിന്റെ വഴിക്ക് നടക്കും. ഞാനില്ലാത്തൊരു പാതയിലൂടെ നടക്കുന്നതാ നല്ലത് മേഘന. മേഘനയെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ കണ്ടെത്തി അവളുടെ കല്യാണം നടത്തി കൊടുക്കണം. ഞങ്ങൾക്ക് മേഘന മോളെ ഒത്തിരി ഇഷ്ടമായി. കല്യാണത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിട്ടുണ്ടാവും അറിയാം. ഷീസ് വെരി നൈസ് അങ്കിൾ. എനിക്ക് മേഘനെ എല്ലാ തരത്തിലും ഇഷ്ടമായി. മതിവരാതൊഴുകുമീ അരുവി പോലെ അരികിലേക്കോർമകൾ പായവേ. ചാരു, എന്താ പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നേ? നമ്മള് വിചാരിച്ചതൊക്കെ അതേപടി നടക്കുവോ വിവേക്? മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു പേടി. എന്തിനാ പേടിക്കുന്നേ? മിഥുനേട്ടന്റെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ ഈ പ്രയത്നം ചേച്ചിയുടെ ജീവിതത്തില് എന്ത് മാറ്റാ കൊണ്ടുവരാൻ പോന്നെന്ന് ഓർക്കുമ്പോ പേടിയാവുന്നുണ്ട്. നീ പേടിക്കുന്നതിൽ കാര്യമുണ്ട് ചാരു. മുഹൂർത്താണെങ്കിൽ അടുത്ത് വന്നുകൊണ്ടും ഇരിക്കുക. കുറച്ചു കഴിഞ്ഞാൽ 2 കല്യാണങ്ങൾ നടക്കും. അതിനോടൊക്കെ ഏട്ടന് മനംമാറ്റം ഉണ്ടാവണം, അല്ലെങ്കിൽ പണി പാളും.